ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് പിന്നെയും വന്നേക്കുന്നത്. ഇന്ന് കുറച്ച് സ്പെഷ്യലാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു ട്രെയിൻ യാത്രയ്ക്ക് പോവുകയാണേ. കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 10-12 വർഷത്തിന് ശേഷമാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത് കേട്ടോ. ഭയങ്കര സ്പെഷ്യലാണ്. കാരണം കുഞ്ഞിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ കയറുന്നത്. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ ഫുൾ ഫാമിലി പ്ലസ് കുഞ്ഞമ്മ, കൊച്ചിച്ചൻ, അങ്ങനെ കുറേ പേരുണ്ട്. നമ്മളൊരു വലിയൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത്. ഇത് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കസിൻ്റെ മാരേജാണ്. തൃശ്ശൂരാണ് നമ്മൾ പോകുന്നത്. വേനാട് എക്സ്പ്രസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിനിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തത്. ഞങ്ങൾ ജനറൽ സീറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത്. 125 രൂപ എന്തോ ആയിരുന്നു കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക്. അങ്ങനെ ഇതാ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴും ഞങ്ങളിതാ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിച്ച ഫുഡൊന്നും ഒരു ഭാഗ്യം കൊള്ളില്ല എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ വാങ്ങിച്ചത് മസാല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെയാണ്. പക്ഷെ കഴിച്ചിട്ട് വായിക്ക് ഒരു രുചിയും ഇല്ല. ഇനി എൻ്റെ വായുടെ പ്രശ്നമാണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നി. പിന്നെ ഒന്ന് ടേസ്റ്റ് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് ഇഡ്ഡലിയും അതുപോലെ ഉഴുന്നുവടയും ചമ്മന്തിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതും ഇതുപോലെ തന്നെ കാണുമ്പോൾ എന്താ ഭംഗി, ഇഡ്ഡലിയുടെയൊക്കെ ഭംഗി കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ച സാധനം അല്ല. അതിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായിരുന്നു കേട്ടോ സാധനം. പിന്നെ എൻ്റെ ബ്രദറെല്ലാം തട്ടി വിടുന്നുണ്ട്. ആ തട്ടി വിടുന്നത് അവർ 1 മിനിറ്റത്തേക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ കഴിപ്പൊന്നുമില്ല. കണ്ട് നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴക്കോളുണ്ടെങ്കിലും ചില സ്ഥലത്ത് മഴക്കോളും, ചില സ്ഥലത്ത് ഒടുക്കത്തെ വെയിലുമായിരുന്നു കേട്ടോ. വെയിലടിച്ചത് എൻ്റെ കൊച്ച് കരിവാളിച്ചിരിക്കുവാണ്. പിന്നെ അവൾക്ക് കുറച്ച് മസാല ദോശയൊക്കെ കൊടുത്തു കേട്ടോ. അവൾ കഴിച്ചു. അവൾക്ക് ആദ്യമായിട്ട് ടേസ്റ്റ്, പുതിയൊരു ടേസ്റ്റ് ആയതുകൊണ്ട് അവൾ കഴിച്ചു. പിന്നെ ഞാൻ വിശപ്പടക്കാൻ വേണ്ടിയിട്ടൊരു പഴം കഴിച്ചു. പിന്നെ ബിങ്കോയും കപ്പലണ്ടി മുട്ടായിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചൊന്ന് വയറിനെ ഒന്ന് ശാന്തി നൽകി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ വയറ് ആക്ടിവേറ്റ് ആവും. ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഇളവിയാൽ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എന്നെ. പിന്നെ അമ്മയ്ക്ക് ഇതാ സ്ഥിരം തലവേദന വന്നു. എൻ്റെ ബ്രദർ ഇതാ ബോറടിച്ചിരിക്കുവാണ്. എല്ലാവരും ഫുള്ള് ബോറടിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരേ ഇരിപ്പിനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല ബോറടിക്കും. പിന്നെ ഇതാ നമ്മൾ വടക്കാഞ്ചേരി സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ എൻ്റെ കസിൻ, അതായത് കല്യാണം കഴിയാൻ പോകുന്ന പെൺകുട്ടീൻ്റെ ബ്രദർ എത്തിയിട്ടുണ്ട്. അവനാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത് അങ്ങോട്ടൊക്കെ. പിന്നെ ഒരു 2 ഓട്ടോ ആയിട്ടാണ്, 2 ഓട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2 ഫാമിലി ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 ഓട്ടോയുടെ ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഓട്ടോയിൽ എല്ലാവരും കൂടെ കുത്തി നിരുക്കി. പിന്നെ ആ ഫ്രണ്ടേ പോകുന്നൊരു ഓട്ടോയിലും കൂടെയാണ് കേട്ടോ പോയത്. നല്ല രസമായിരുന്നു, നല്ല വൈബായിട്ട് നമ്മൾ പോയി. ഒട്ടുക്കത്തെ വെയിൽ, അത് മാത്രമായിരുന്നു കേട്ടോ പ്രശ്നം. നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.